ഹായ് അസ്സാം വലൈക്കും. ഇന്നൊരു സൺഡേ വ്ളോഗാണേ. ഇന്നത്തെ സൺഡേയുടെ സ്പെഷ്യലെന്ന് വെച്ചാൽ ഇക്ക ഉണ്ടായിരുന്നു. ഇക്ക ഉള്ളതാണ്. ഇക്ക ഉള്ള ദിവസങ്ങളെല്ലാം സ്പെഷ്യലാണ്. ഇക്ക ഇന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ സൺഡേസിലും കാണാറില്ല. ഇക്ക ജോലിക്ക് പോവും. ഈ സൺഡേയിൽ എന്തായാലും ഉണ്ടായിരുന്നു. അതങ്ങനെ എന്തെങ്കിലും വിശേഷമൊക്കെ വരികയാണെങ്കിൽ മാത്രമേ ഞങ്ങൾ സൺഡേയിൽ വരാറുള്ളൂ. അത് അത്യാവശ്യമുള്ള ഏറ്റവും അടുത്ത ആൾക്കാർ വിശേഷമാണെങ്കിൽ വരാറുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ പോകുമെന്ന് പറഞ്ഞ് ഞങ്ങളെ അങ്ങ് വിടും. ഞങ്ങളെ വിടാറാണ് പതിവ്. പക്ഷേ ഈ സൺഡേയിൽ ഇക്ക ഉണ്ടായിരുന്നു. അങ്ങനെ രാവിലെ എണീറ്റ് ഒരു ചെറിയ കട്ടന കുടിച്ചതിന് ശേഷം അടുപ്പ് കത്തിച്ചു, വെള്ളം ഇട്ടു, പിന്നെ അരിയിട്ടു. ചെറിയൊരു ജലദോഷം ഉണ്ട് കേട്ടോ. എനിക്ക് അലർജിയുടെ പ്രശ്നമുള്ളതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ചൂടായി കഴിയുമ്പോൾ ഭയങ്കര അലർജിയാണ്. അങ്ങനെ അരിയിട്ടതിന് ശേഷം പിന്നെ ഇങ്ങനെ നോക്കിയാണ് കേട്ടോ അരിയിടുന്ന. വല്ല പൂച്ചയോ അതോ ഇതോ വല്ലതും ഉണ്ടോ എന്നൊക്കെ നോക്കി അരിയിടത്തുള്ളൂ. അത് പറക്കി കളയാനും വേണ്ടിയിട്ട്. പിന്നെ വല്ല മണ്ണോ കല്ലൊക്കെ ഉണ്ടെങ്കിൽ അത് അടിയിലോട്ട് അടിയാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ കാണിച്ചൊക്കെ ചെയ്യുന്ന കേട്ടോ. പിന്നെ അത് അരി ഇട്ടതിന് ശേഷം പിന്നെ തുണി കഴുകാൻ ഇറങ്ങി. തുണി ഇക്ക ഉണ്ടായിരുന്നു. ഇക്കായ കേട്ടോ ഇന്നുള്ളത് കൊണ്ട് ഇക്ക വന്ന് ഞാൻ എവിടെ ഇട്ടപ്പം ഒന്ന് വിരിച്ച് തന്നു. ഞാൻ വീഡിയോ എടുക്കുന്നതിന് ഇക്ക മാറിയതാണ്. പിന്നെ കയറിയിട്ട് കറി വയ്ക്കാൻ വേണ്ടി തേങ്ങ എടുത്തതാണ് ഫ്രിഡ്ജിൽ നിന്ന്. തേങ്ങ എടുത്തത് മാത്രമേ ഓർമ്മയുള്ളൂ. അതിൻ്റെ എലി കരണ്ടീനേക്കാളും കഷ്ടമായിട്ട് കരണ്ടി വെച്ചിരിക്കുക ഒരു തേങ്ങാ മുറി മൊത്തം. പിന്നെ കണ്ണൻ കൊഴിയാളായിരുന്നു. നമ്മളെ കൊല്ലക്കാർ കണ്ണൻ കൊഴിയാളെന്നാണ് പറയുന്നത്. ഇനി നിങ്ങൾ ഏതാണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യണേ. പിന്നെ അതിൽ നിന്ന് കുറച്ചെടുത്ത് വറുക്കാനും മുളക് തേച്ച് ഫ്രിഡ്ജിൽ വെച്ചു. സമയമാകുമ്പോഴേ എടുത്ത് വറുക്കും. പിന്നെ കറി വെച്ചു. പിന്നെ ഇന്ന് സൺഡേ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ ചോറ്, രസം, ചീരത്തോരൻ, കറി, പൊരിച്ചമീൻ. അങ്ങനെ ഞാൻ പോയി കുളിച്ചിട്ട് വന്ന കേട്ടോ മീൻ പൊരിക്കുന്നത്. കുളിച്ചിട്ട് വന്ന് മീൻ പൊരിച്ച് ഇക്കാക്കും പിള്ളേർക്കൊക്കെ ചോറ് കൊടുത്തു. പിന്നെ ഇക്ക തിന്നതിൻ്റെ പ്ലേറ്റിലാണ് ഞാൻ കഴിക്കുന്നത്. ഇച്ചിരി പാത്രമൊന്നും നോക്കണ്ട. ഇക്ക കഴിച്ച പ്ലേറ്റായതുകൊണ്ടാണ് അങ്ങനെ.